ജോൺ വിക്കിന്റെ കസിൻ അല്ല, കുഞ്ഞമ്മയുടെ മോൻ, അതാണ് ബീ കീപ്പർ. ജേസൺ സ്റ്റാത്തത്തിന്റെ ഏറ്റവും പുതിയ ആക്ഷൻ ത്രില്ലർ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബീ കീപ്പറിനെ കുറിച്ച്. ബീ കീപ്പർ ആദം ക്ലേ എന്നൊരു സാധാരണ തേനീച്ച വളർത്തൽക്കാരന്റെ കഥയാണ്. പുള്ളിയുടെ വീട്ടുടമയും അദ്ദേഹത്തോട് ഏറ്റവും സ്നേഹവും കരുണയും ഒക്കെ കാണിച്ചിട്ടുള്ള ഒരേ ഒരു വ്യക്തിയുമായ പ്രായമായ ഒരു സ്ത്രീയുണ്ട്. അവർ ഒരു ഓൺലൈൻ സ്കാമിൽ ചെന്നുപെടുന്നു. അതിന് ബീ കീപ്പർ ചെയ്യുന്ന പ്രതികാരമാണ് ഈ സിനിമ പറയുന്നത്. പടത്തിന്റെ പോസ്റ്റേഴ്സ് പറഞ്ഞാൽ കിഡിലൻ ഫൈറ്റ് സീൻസ് ആണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ. ഇങ്ങനെ കണ്ണടച്ച് തുറക്കും മുമ്പുള്ള കിളി പറത്തുന്ന രീതിയിലുള്ള അടി. സോ സ്റ്റണ്ട് കൊറിയോഗ്രാഫി സൂപ്പറാണ്. ചില കില്ലിംഗ് സീൻസ് ഒക്കെ വളരെ സാറ്റിസ്ഫൈങ് ആയിരുന്നു. അവരെ അങ്ങനെ തന്നെ കൊല്ലണം എന്ന് തോന്നിപ്പോയി. അതുപോലെ ആദ്യത്തെ ഒരു അരമുക്കാൽ മണിക്കൂർ സൂപ്പറാണ്. വളരെ നൈസായിട്ടാണ് ചെയ്തേക്കുന്നത്. നമുക്ക് പെട്ടെന്ന് കണക്ട് ആവുകയും ചെയ്യും. പുള്ളിക്ക് അത്രയ്ക്കും ദേഷ്യം തോന്നാനുണ്ടാകുന്ന ഒരു കാരണം, ഇതിന് പുള്ളി വളരെ കൂളായിട്ട് ചെന്ന് നല്ല പണി കൊടുക്കുന്നത്, അതൊക്കെ ഭയങ്കര രസമായിരുന്നു. അതുപോലെ ജേസൺ സ്റ്റാത്തത്തിന്റെ ഒരു ലുക്ക്, സ്വാഗ്, അടി, ഇത് സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് തന്നെയാണെന്ന് പറയാതെ വയ്യ. എന്നാ ലുക്കാണ് വെച്ചാൽ, എന്തൊരു ബോഡിയാണ്. നമുക്കിങ്ങനെ ജിമ്മിലൊക്കെ പിന്നെയും പോകാനുള്ള ഒരു ആവേശവും ഒരു ഇൻസ്പിറേഷനും ഒക്കെ നൽകും. അത് പറഞ്ഞപ്പോഴേ ഓർത്തെ, ജോൺ വിക്കിന്റെ ഒപ്പം പഴയ ട്രാൻസ്പോർട്ടറിന്റെ ഒക്കെ ഒരു വൈബും കൂടി പടത്തിൽ അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പടത്തിന്റെ നെഗറ്റീവ്സ് പറഞ്ഞാൽ, ഈ ലോജിക് ഒക്കെ നോക്കാൻ പോയാൽ ഈ പടം നിങ്ങൾക്ക് ഒട്ടും ആസ്വദിക്കാൻ പറ്റില്ല. കാരണം ഇതിൽ നമ്മുടെ ഹീറോ ഒന്നും നോക്കാതെ എല്ലാവരും അങ്ങ് കൊന്നൊടുക്കുന്നുണ്ട്. സ്വാറ്റ് ടീമിനെ അല്ലെങ്കിൽ FBI അങ്ങനെ പോലീസുകാരെയും പട്ടാളക്കാരെയും ഒരു മനുഷ്യനെ വെറുതെ വിടാതെ കൊല്ലുന്നുണ്ട്. നേരെ അമേരിക്കൻ പ്രസിഡന്റിനെ വരെ കൊല്ലാനായിട്ട് കയറി ചെല്ലുന്നുണ്ട്. ഒരാൾക്ക് പോലും പുള്ളിയെ തടുക്കാനും ആകുന്നില്ല. ലാസ്റ്റ് ഒരാളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. എവിടെ എത്ര വെടിവെച്ചാലും പുള്ളിയെ അത് ഏൽക്കുകയും ഇല്ല. അതൊക്കെ ഇങ്ങനെയുള്ള സ്ഥിരം ആക്ഷൻ പടങ്ങളിലെ പ്രശ്നങ്ങളാണല്ലോ, എക്സ്പെക്റ്റഡ്. 2 FBI ഏജൻസ് ഉണ്ട്. അതായത് നായിക എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരിയുണ്ട്. അതുപോലെ തന്നെ പുള്ളിയുടെ ഒരു കൂട്ടുകാരനും. ഇവർ കോമഡി ആണോ സീരിയസ് ആണോ ശരിക്കും ചെയ്യുന്നതെന്ന് ചിലപ്പോഴൊക്കെ നമുക്ക് സംശയം തോന്നും. കൂളായിട്ട് വന്നിട്ട് പറയുക, നിന്റെ അമ്മയുടെ വീട് കത്തിയിട്ടുണ്ട്, അങ്ങോട്ട് പോകാമെന്ന്. അമ്മ തലേദിവസം അങ്ങോട്ട് മരിച്ചതേ ഉള്ളൂ. എന്തൊരു ഫ്രണ്ടാടി. അതുപോലെ പടത്തിന്റെ തുടക്കത്തിൽ ആ അമ്മയും സ്റ്റാത്തവും തമ്മിലുള്ള സംസാരം കണ്ടപ്പോൾ ആ സ്ത്രീ പുള്ളിയോട് ഇനി ഫ്ലേർട്ട് ചെയ്യുകയാണോ എന്ന് സംശയം തോന്നും. അങ്ങനെ എടുത്തു വെച്ചേക്കുന്നത്. സോ ഡയറക്ഷന്റെ ചില പ്രശ്നങ്ങൾ അവിടെയൊക്കെ നമുക്ക് കാണാനുണ്ട്. ഇനി ഇതൊക്കെ മാറ്റി വെച്ചാൽ വളരെ ഫണ്ണായിട്ടുള്ള കുറെ കിടിലൻ ആക്ഷൻ സീനുകളൊക്കെയുള്ള, കൂടുതലൊന്നും ആലോചിക്കാതെ ഒരു 1.5 മണിക്കൂർ 1.25 മണിക്കൂർ വളരെ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു കിടിലൻ ആക്ഷൻ പടം തന്നെയാണ് ബീ കീപ്പർ. എനിക്ക് ബോർ അടിച്ചിട്ടേ ഇല്ല. ഞാൻ നന്നായിട്ട് ആസ്വദിച്ചേണ്ട ഒരു സിനിമയാണ്. സോ ഞാനിതിന് 3 out of 5 റേറ്റിംഗ് നൽകും. ആക്ഷൻ പ്രേമികൾക്ക് തീർച്ചയായിട്ടും കണ്ടു നോക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്. പടം ഇപ്പോൾ VOD ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ ആമസോൺ പ്രൈമിൽ വൈകാതെ തന്നെ സബ്സ്ക്രിപ്ഷനിൽ അവൈലബിൾ ആവുകയും ചെയ്യും. അതുമല്ലെങ്കിൽ ടെലഗ്രാമിലോ ഒക്കെ നിങ്ങൾക്ക് അൺഒഫീഷ്യലി ഡൗൺലോഡ് ചെയ്ത് പടം കാണാനും സാധിക്കും. ഇംഗ്ലീഷ് ലാംഗ്വേജ് വിത്ത് ഇംഗ്ലീഷ് സബ് ടൈറ്റിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. 1 മണിക്കൂർ 45 മിനിറ്റ് മാത്രമേ പടത്തിന് ദൈർഘ്യമുള്ളൂ. സോ ഒറ്റ ഇരിപ്പിൽ നിങ്ങൾക്ക് കണ്ടു തീർക്കാം.